CPIM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം വി സഞ്ജുവാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ നാരങ്ങാനം വില്ലേജ് ഓഫീസർ ജോസഫ് അവധിയിലേക്ക് പ്രവേശിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇന്നലെ തന്നെ അദ്ദേഹം തഹസീൽദാർക്ക് അവധി അപേക്ഷ നൽകി കഴിഞ്ഞു. അത് ചില മാധ്യമങ്ങളോട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവധി എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിനൊക്കെ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവധി എടുക്കാനും മാത്രം അങ്ങ് ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തി, അതായത് വില്ലേജ് ഓഫീസിൽ ചെന്ന് വെട്ടും എന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ ഓഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു. അത് 26-ാം തീയതി ഉച്ചയ്ക്ക് എന്നെ വിളിച്ച കാര്യം കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട് അടയ്ക്കാമെന്ന് പറയാൻ പോലും എന്നോട് സമ്മതിക്കാതെ പ്രകോപനപരമായ നിലയിൽ ഒരു 4 മിനിറ്റ് സമയം എന്നോട് സംസാരിച്ചു. ഞാനൊരു മനുഷ്യനല്ലേ, നമ്മളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനനുസരിച്ച് തിരിച്ച് മറുപടി പറയുന്നത് വരും. പക്ഷേ 4 മിനിറ്റിൽ എനിക്ക് തോന്നുന്നു 3.5 മിനിറ്റിലധികം സമയം അദ്ദേഹം തന്നെയാണ് സംസാരിച്ചത്. കെട്ടിട നികുതി അടയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന്റെ പേരിലാണോ അങ്ങ് ഓഫീസിൽ കയറി വെട്ടുമെന്ന് പറഞ്ഞത്? അല്ല, നികുതി അടയ്ക്കാനുള്ളതിന് അങ്ങനെ കേരളത്തിൽ വെട്ട് മാത്രമല്ല നടക്കത്തുള്ളൂ. നികുതി നാളെ അടയ്ക്കാമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ അയക്ക് നികുതി അടപ്പിക്കലല്ല ലക്ഷ്യം. കരുതി കൂട്ടിക്കൊണ്ട് ഒരു ഫോൺ സംഭാഷണം ചോർത്തിക്കൊണ്ട് ആ ഭാഗം എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി എന്നെ കരിവാരി തേക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായ ഫോൺ സംഭാഷണമാണ്. 9,000 രൂപ അടയ്ക്കുന്നതിന് വേണ്ടി ഈ കോലാഹലം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഈ 9,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസിൽ നിന്നും നിരവധി തവണ താങ്കൾക്ക് അറിയിപ്പ് വന്നു എന്നാണ് വില്ലേജ് ഓഫീസർ പറയുന്നത്. അങ്ങനെ നിരവധി തവണയൊന്നും വന്നിട്ടില്ല. എനിക്കൊരു ഓർഡിനറി നോട്ടീസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ അവിടെ വെച്ച് നമ്മളിത് ഓർത്തിരിക്കുമല്ലോ, മറന്നുപോയി അടയ്ക്കാൻ. പക്ഷേ ഇത് മാർച്ച് മാസമാണ്, ജസ്റ്റ് വിളിച്ചാൽ 30-നുള്ളിൽ അടയ്ക്കണം എന്നുള്ള പൊതുബോധം നമുക്കുണ്ട്. അത് അടയ്ക്കും. പക്ഷേ അതിന് ഈ ഭീഷണിയും അത് ചാനലുകൾക്ക് വാർത്തയാകുകയും ഒക്കെ കൊടുക്കുക എന്നുള്ളത് ഈ നികുതി പിരിവ് അല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം ജോലി ചെയ്തിരുന്ന എല്ലാ വില്ലേജുകളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൈക്കൂലിക്കാരനാണ്, ഇൻ്റർനാഷണൽ അഴിമതിക്കാരനാണ്, ഈ ജില്ലയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലാ കളക്ടർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള മെമ്മോ, അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സസ്പെൻഷൻ ഓർഡറുകൾ, അദ്ദേഹത്തിനെതിരായി നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ, വിജിലൻസ് അന്വേഷണങ്ങൾ, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു മോശം ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ പക്കൽ ലഭ്യമായിട്ടുണ്ട്. അങ്ങ് ഫോണിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം വേറെ ആരോ ഒരാൾ ഓഫീസിന് പുറത്തിറങ്ങിയാൽ, അതായത് ഓഫീസിൽ നിന്ന് പോകുന്ന വഴിക്ക് അദ്ദേഹത്തെ ആക്രമിക്കുമെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. ആ പരാതി, അതായത് ആ വിഷയത്തിൽ ഒരു പരാതി ആറന്മുള പോലീസിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ അങ്ങാണോ? അല്ല, ഒരിക്കലുമല്ല. പിന്നെ ഞാൻ ഇപ്പോൾ അദ്ദേഹവുമായി സംസാരത്തിനിടയിൽ തർക്കങ്ങളുണ്ടാവും. ആ തർക്കത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തോട് സംസാരിച്ചതേ ഉള്ളൂ. അല്ലാതെ അയാളെയൊക്കെ വെട്ടാനും കൊല്ലാനും വേണ്ടി ഒന്നും പറഞ്ഞതല്ല. പക്ഷേങ്കിൽ ഇത് മുതലെടുക്കാൻ വേണ്ടി ഇനി അദ്ദേഹം തന്നെ മറ്റൊരാളെ വെച്ച് വീണ്ടും ഫോൺ ചെയ്യിപ്പിച്ചതാണോ എന്ന്, അല്ലെങ്കിൽ ഒരാളെ വെട്ടാൻ പറ്റുമോ? ഞാൻ തന്നെ ഓട്ടോറിക്ഷയെ വന്ന് അങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞു, ഓട്ടോറിക്ഷയെ വന്ന് വില്ലേജ് ഓഫീസിന് വെളി കിടക്കുമെന്ന് ഇറങ്ങി ഒരാൾക്ക് വെട്ടാം. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനെയാണോ ഈ രാജ്യത്തെല്ലാം വിട്ടു നടന്നിട്ടുള്ളത്? ആണോ? അപ്പോൾ ഇതെല്ലാം ബോധപൂർവമായി ഓരോ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പേരെടുക്കുന്നതിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ നമ്മളെ മോശക്കാരനാക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന ഭാഗം തന്നെയാണ് ഈ ഫോൺ വിളിയും എല്ലാം. ഞാനൊരിക്കലും അങ്ങനെ ഒരാളെ കൊണ്ട് വിളിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരിട്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ആ നേരിട്ട് സംസാരിച്ചപ്പോൾ അതവിടെ കഴിഞ്ഞു. എന്തോ 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുന്ന സ്വകാര്യ സംഭാഷണം അത് എഡിറ്റ് ചെയ്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുക, അതൊരു ഉദ്യോഗസ്ഥന് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരാളുടെ അനുമതിയോടുകൂടി ഒരാളുടെ സംഭാഷണം റെക്കോർഡ് ചെയ്യാൻ പാടുള്ളതാണ് നിയമം. അദ്ദേഹം അതാതോ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അങ്ങ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത്, അതായത് ഓഫീസിൽ കയറി വെട്ടും എന്ന ഒരു വാക്ക് ഉപയോഗിച്ചതിൽ അങ്ങേക്ക് ഇപ്പോൾ ഖേദം തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം എന്നെ പ്രകോപിപ്പിച്ചു. ആ പ്രകോപനത്തിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞതാണ്. ആ പറഞ്ഞതിന് അത് ഖേദമൊന്നും പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹം സ്ഥലം മാറി പോകണമെന്ന് പറയുന്നു, ആ ഓഫീസിൽ ജോലി ചെയ്യാൻ ഇനി ഭയമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, ഭയക്കേണ്ട എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെ ഭയക്കേണ്ട കാര്യം എന്തോ? അയക്ക് മര്യാദയ്ക്ക് നാരങ്ങാനം വില്ലേജ് ഓഫീസിൽ എത്ര കാലം വേണേലും ജോലി ചെയ്തതിന് ഞങ്ങളാരും ഒരു തടസ്സമില്ല. വന്ന് 15 ദിവസത്തിനുള്ളിൽ 2 പേരോട് 10,000 രൂപ വെച്ച് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. ആ പരിപാടിയൊന്നും അവിടെ നടക്കത്തില്ല. ഇയാൾ ഈ എല്ലാ വില്ലേജ് ഓഫീസുകളിലും ഇരുന്ന് കാണിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള കൃത്രിമം, ഒരാളുടെ കരം 2 തവണ വാങ്ങുക, അടുത്ത വർഷം അവർ അടയ്ക്കാൻ വരുമ്പോൾ അത് ബ്ലോക്ക് ചെയ്തിടുക, അതിനൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരുപാട് കൃത്രിമം കാണിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തിരിക്കുന്ന പരാതി പറഞ്ഞിരിക്കുന്നത് എന്താ? വീട്ടിലെ സകല ഉപകരണങ്ങളും കൈക്കൂലിയായി വാങ്ങിച്ചിരിക്കുന്നതെന്നുള്ളതാണ്. അവരെ ക്രൂരമായി മർദ്ദിച്ച് അവർ ഒളിവിലാണ്. അവരെവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഈ അദ്ദേഹം പോയി അവരെ ഉപദ്രവിക്കും. എവിടെയാണെന്നറിയാതെ ഇപ്പോൾ വാടകയ്ക്ക് മറ്റിടത്ത് താമസിക്കുകയാണ്. അവർക്ക് രോഗബാധിതയാണെന്ന് അറിഞ്ഞപ്പോൾ അവരെ ഉപേക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു മനുഷ്യനാണോ ഇയാൾ? ഒരു മനുഷ്യത്വമില്ലാത്തൊരു മനുഷ്യൻ തന്നെയാണ് ഈ വില്ലേജ് ഓഫീസർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കെട്ടിട നികുതി ഏതായാലും അടയ്ക്കും, അങ്ങനെ തന്നെയാണ്. കെട്ടിട നികുതി അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.
ഇത് നമ്മുടെ പലവിധ തിരക്കുകൾക്കിടയിൽ ഇത് അടയ്ക്കാൻ മറന്നു പോയതാണ്. അത് അടയ്ക്കും. അതിനകത്ത് അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. അടച്ചല്ലേ പറ്റത്തുള്ളൂ. അല്ലാതെ അതിനകത്ത് ആർക്കും ഇളവ് അതിൻ്റെ പേരിലല്ല തർക്കം ഉണ്ടായത്. കിട്ടുന്ന തീയതി അടയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയ്ക്കാം, അത്രേ ഉള്ളൂ. നാളെ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നാളെ അടയ്ക്കാൻ പറ്റും. ഇദ്ദേഹം പറഞ്ഞത് നാളെ ഉച്ചയ്ക്ക് മുമ്പ് അടച്ചില്ലെങ്കിൽ കാണിച്ചു തരുമെന്നാണ് പറഞ്ഞത്. എന്തോ കാണിക്കാനാ? ഈ മാർച്ച് 31 അടച്ചില്ല എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഏപ്രിൽ 4 അടച്ചാൽ എന്താ കുഴപ്പം? ഏപ്രിൽ 10 അടച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ അത് നികുതി അടപ്പിക്കൽ ഉദ്ദേശമേ അല്ല. നികുതി അടപ്പിക്കലല്ല ഈ സംഭാഷണത്തിന് പിന്നിലുള്ളത്. തഹസിൽദാർ പറയുന്നത് ദീർഘനാളായിട്ട് ഇങ്ങനെ അവർ അപേക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് ഈ നികുതി അടയ്ക്കണമെന്ന്. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ അടയ്ക്കാതിരുന്നത്? എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് രജിസ്റ്റർ നോട്ടീസ് വന്നിട്ടുമില്ല. അങ്ങനെ അവർ പറയട്ടെ. അത് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2022 മുതൽ ഞങ്ങൾ പറയുകയാണത്. 2022 എനിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്. നോട്ടീസ് ഒന്ന് കാണിക്കട്ടെ. 2023 കണ്ടാണ് ഇത് സർവേ നടത്തിക്കൊണ്ട് ഒരു നോട്ടീസ് തരുന്നത്. ആ നോട്ടീസിൽ ആക്ഷേപം വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നും പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് ആക്ഷേപമൊന്നും ഇല്ലായിരുന്നു. ആക്ഷേപം കൊടുത്തിട്ടില്ല. അതേ ഉള്ളൂ. അതിന് പറയാം. വില്ലേജ് ഓഫീസർ ജോസഫ് തന്നെ പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് താൻ അത്തരത്തിലുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത് എന്നാണ് CPIM പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി MV സഞ്ജു വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചതെന്നും ഏരിയ കമ്മിറ്റി സെക്രട്ടറി വ്യക്തമാക്കുന്നു. സ്ഥലം മാറിപ്പോകേണ്ട സാഹചര്യം ഇല്ല, അത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകില്ല എന്ന ഒരു കാര്യം കൂടി CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കെട്ടിട നികുതി താൻ അടയ്ക്കും എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.